എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇപ്പോ കുട്ടി ക്രിക്കറ്റിന്റെ ആവേശത്തിലാണല്ലേ? അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് KFB യൂത്ത് ഫോറം IPL ക്വിസ് കണ്ടക്ട് ചെയ്യാണ്. ആഹ് അപ്പോ അതിലേക്ക് എല്ലാവരെയും അൺഒഫീഷ്യലായിട്ട് ഞാൻ ഇപ്പോൾ വെൽക്കം ചെയ്യാണ്. കാരണം ഒഫീഷ്യലായിട്ട് നമ്മുടെ KFB യൂത്ത് ഫോറം ഉപാധ്യക്ഷൻ ശ്രീ അലി പുല്ലാര ഒഫീഷ്യലായിട്ട് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇവിടെ KFB യൂത്ത് ഫോറം പല സമയങ്ങളിലായിട്ട് പല പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പൊ ഈ ഒരു വെക്കേഷൻ നമ്മൾ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് IPL മത്സരങ്ങൾ കണ്ടിട്ടാണ് അല്ലെ? അപ്പോ ഓരോ ടീമിന്റെ വിജയ പരാജയങ്ങളിലും നമ്മൾ അതിയായിട്ട് സന്തോഷിക്കാറുണ്ട്, നിരാശപ്പെടാറുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ മത്സരിക്കാം. അപ്പോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓൾ ദ മെമ്പേഴ്സ് ഫ്രം KFB ടീം. സോ നമുക്ക് ഒഫീഷ്യലായിട്ട് സ്വാഗതം പറയുന്നതിന് KFB യൂത്ത് ഫോറത്തിന്റെ ഉപാധ്യക്ഷൻ ശ്രീ അലി പുല്ലാരയെ സ്വാഗതം ചെയ്യാം. ഓക്കെ. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ ആങ്കറായി നിൽക്കുന്ന ബഹുമാന്യായ നമ്മുടെ യൂത്ത് ഫോർ നിർവാഹക സമിതി അംഗം ശില്പ, നമ്മുടെ ക്യൂസ് മാസ്റ്റർ ആയിട്ടുള്ള യൂത്ത് ഫോർ നിർവാഹക സമിതി അംഗം സുജിത്ത്, ബഹുമാന്യായ യൂത്ത് ഫോറത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് വിനോദ് സാർ, സെക്രട്ടറി PR രാജേഷ് ഭായ്, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി അൻസാറ്, മറ്റു മാഹിൻ ഉൾപ്പെടെയുള്ള യൂത്ത് ഫോറം സഹഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ കഴിഞ്ഞ 2.25 വർഷമായി യൂത്ത് ഫോറം നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് നാളിതുവരെ നമ്മൾ പ്രവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അംഗങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള പക്വമായ ആവേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും അതിന് കൃത്യമായ സമയത്ത് അത് പരിശോധിച്ചുകൊണ്ടുമാണ് യൂത്ത് ഫോറം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ ഫോറം ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അത് അക്കാഡമിക്കൽ രംഗത്താണെങ്കിലും നോൺ അക്കാഡമിക് രംഗത്താണെങ്കിലും ഒക്കെ തന്നെ മികച്ച ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് LDC രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ 100% കാഴ്ച പരിമിതനും നിയമനം ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായ ഉത്തരവ്, പിന്നീട് അത് ഐഡന്റിഫൈഡ് തസ്തികയായി സർക്കാർ അതിനെ മാറ്റി. ഇങ്ങനെ നമ്മുടെ PSC പരീക്ഷകൾക്ക് എക്സ്ട്രാ ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലക്കകത്ത് കൺസെഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, എയ്ഡഡ് മേഖലയിൽ കൃത്യമായി സംസ്ഥാന കമ്മിറ്റിക്ക് കൃത്യമായി പിന്തുണ കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അങ്ങനെ തന്നെ സെറ്റ് നെറ്റ് കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വനിതാ രംഗത്തെ അവരെ ഉന്നമനം ശാക്തീകരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ക്യാമ്പുകൾ, അതുപോലെ തന്നെ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, അത് പുരുഷന്മാരെയും വനിതകളെയും അങ്ങനെ സർവ്വതല സ്പർശിയായി പ്രവർത്തിച്ചു വരികയാണ്. ഇനിയും നേരത്തെ നമ്മൾ SCC മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി, ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. AI ക്യാമ്പുകൾ ഉൾപ്പെടെ, ചെസ് ടൂർണമെന്റുകൾ ഉൾപ്പെടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, ചില പ്രവർത്തനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, ക്ഷമിക്കണം. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് 101 അക്കാഡമിയുമായി സഹകരിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് PSC കോച്ചിങ് കൊടുക്കാൻ സാധിച്ചു. പലരും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നേരത്തെ നടത്തിയിട്ടുള്ള കേട്ടറ്റ് പരിശീലനത്തിന്റെ ഭാഗമായി പലർക്കും കേട്ടറ്റ് ലഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കലാകായിക മേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങളുടെയൊക്കെ തന്നെ നിസ്സീമമായ സഹകരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. ഇനിയും നമുക്ക് ഒരുപാട് പേരെ ചേർത്ത് പിടിക്കണം. സമീപകാലത്ത് നമ്മുടെ സംഘടനയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും സംഘടനയെ തന്നെ മറ്റൊരു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാനൊക്കെ പല ശക്തികളും ശ്രമിക്കുമ്പോൾ സംഘടനാ ബോധവും സംഘടനാ യാഥാർത്ഥ്യവും ഭരണഘടനയും സംഘടനാ ചരിത്രവും ഒക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുന്ന ആളുകളോട് ചോദിച്ച് അതിനെ കൃത്യമായി ഗ്രഹിക്കുകയൊക്കെ ചെയ്യേണ്ട കാലഘട്ടമാണ്. അതെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഈ മത്സരം നയിക്കുന്ന ക്വിസ് മാസ്റ്റർ ആയിട്ടുള്ള സുജിത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ആങ്കർ ചെയ്ത ശില്പ, കൂടാതെ നമുക്ക് 21 മത്സരാർത്ഥികളാണ് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 3 റൗണ്ടുകളായിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിക്കുന്നത്. 2 എലിമിനേഷൻ റൗണ്ടും 1 ഫൈനൽ റൗണ്ടുമാണ്. ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടിൽ 10 പേരും രണ്ടാമത്തെ എലിമിനേഷൻ റൗണ്ടിൽ 11 പേരും, പിന്നെ ടോട്ടൽ ഫൈനലിൽ 7 പേര്. ഇങ്ങനെയാണ് നമ്മുടെ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 4 റൗണ്ടുകളിലായിട്ടാണ് ചോദ്യം വരിക. 2 പാസും 2 ഡയറക്റ്റും. ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. മത്സരിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യണം. നന്നായി മത്സരിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നേരത്തെ എത്തിച്ചേർന്നവർ, ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട്
കൂടാതെ എൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സ്വാധീനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മത്സരം നിയന്ത്രിക്കുന്നതിനായി ബഹുമാന്യായ യൂത്ത് ഫോറം നിർവാഹക സമിതി അംഗം സുജിത്തിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മത്സരത്തിന്റെ നിയമങ്ങളെ കുറിച്ച് പറയാം. നിലവിൽ നേരത്തെ അനീഫ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടാണ്. ഇതിൽ നമ്മൾ 4 ചെറിയ റൗണ്ടുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ 2 ഡയറക്റ്റ് റൗണ്ടും 2 പാസിംഗ് റൗണ്ടുകളാണ്. പാസിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളോട് ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ രണ്ടാമത്തെ ആളിലേക്ക്, പിന്നെ അവിടുന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങനെ അടുത്ത ആളിലേക്ക് കൈമാറി പോകുന്ന റൗണ്ടിനെയാണ് നമ്മൾ പാസിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഒരാൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റും പാസിംഗിലൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 5 പോയിന്റുമാണ് ലഭിക്കുന്നത്. ഇനി ആദ്യത്തെ 2 റൗണ്ടുകളാണ് ഈ പാസിംഗ് റൗണ്ട് എന്ന് പറഞ്ഞത്. 3ഉം 4ഉം റൗണ്ടുകൾ ഡയറക്റ്റ് റൗണ്ടുകളാണ്. അതായത് ആ ഒരു ചോദ്യം ആ ഒരാൾക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്. അവിടെ പാസിംഗ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിന്റെ ഉത്തരം മറ്റ് മത്സരാർത്ഥികൾക്കും, അതായത് ചോദിക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്കും പറയാൻ അവസരമുണ്ട്. പക്ഷെ അവിടെ മാർക്ക് ലഭ്യമല്ല. ഡയറക്റ്റ് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ അർഹതപ്പെട്ട ആൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിൽ 10 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ 10 പേരിൽ നിന്ന് 3 പേരെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. നാളത്തെ മത്സരത്തിൽ 11 പേരാണ് പങ്കെടുക്കാൻ വേണ്ടിയിരുന്നത്, പക്ഷെ ഒരാൾ പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും 10 പേര്, അതിൽ നിന്നും 3 പേര്, അങ്ങനെ 3 3 6 പേരാണ് ശനിയാഴ്ച നടക്കുന്ന ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് വിളിക്കും. ആ പേര് വിളിക്കുന്ന ആള് പ്രസന്റ് രേഖപ്പെടുത്തുക, യെസ് പറയുക, മൈക്ക് ഓൺ ആക്കുക. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ മൈക്ക് ഓഫ് ചെയ്യാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ ആ ആളെ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. പലതവണ ഇത് ആവർത്തിച്ചാൽ അദ്ദേഹത്തെ ഈ ക്വിസ് മത്സരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. വീഡിയോ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈക്ക് ഓൺ ആക്കുക, ഉത്തരം പറയുക, മൈക്ക് ഓഫ് ആക്കുക. പിന്നെ 10 സെക്കൻഡാണ് ഒരു ചോദ്യത്തിന് തന്നിരിക്കുന്ന സമയം. പാസിംഗ് ചോദ്യങ്ങൾക്കാണെങ്കിൽ 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് പാസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് 5 സെക്കൻഡ് മാത്രമേ പാസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ കളി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ സോഴ്സുകളിൽ നിന്നുള്ള ഉത്തരങ്ങളായിരിക്കും. അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു അപ്പീൽ കമ്മിറ്റി ഉണ്ട്. അതിൽ നിന്ന് പരിശോധിച്ച് അത് ചോദിച്ച ചോദ്യം റോങ് ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരം ആ സമയത്ത് കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഉത്തരമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യം തെറ്റായ രീതിയിലാണ് ചോദിച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പരിശോധിച്ച് അതിന് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ പാസിംഗ് ഒഴിവാക്കിയിട്ട് 5 ഡയറക്റ്റ് എന്താണ് പേര് ഷിദാദാണ്. ഈ പാസിംഗ് റൗണ്ട് ഒഴിവാക്കിയിട്ട് ഈ 5ഉം ഡയറക്റ്റ് ചോദിക്കുന്ന രീതി ആയിക്കൂടെ? ഇല്ലെങ്കിൽ ഒരാൾക്ക് നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടില്ലേ പാസ് കൊടുക്കുമ്പോ? മനസ്സിലായി. ആലിക പറഞ്ഞു. അല്ല ശിവഭായി, നമ്മള് ഹലോ ശിവഭായി, അത് നമ്മളിപ്പോ ഇങ്ങനെയാണ് ഒരു തീരുമാനം. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പം ക്വിസ് പാസിംഗ് റൗണ്ട് നടത്തുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളൊരു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ, ഓഫ്ലൈൻ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആരും കണ്ടുപിടിക്കില്ല എന്നറിയാം. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് സോഴ്സ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 3 പേർക്ക് 5 സെക്കൻഡ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 10-20 സെക്കൻഡ് 25 സെക്കൻഡ് കിട്ടുമല്ലോ. ആ സമയം കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടും. അപ്പോ 5ഉം ഡയറക്റ്റ് ചോദിച്ചൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു. പക്ഷെ അത് ശരിയാണ്. പക്ഷെ എല്ലാവരും ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആളുകളല്ലാത്തതുകൊണ്ടാണ് ഒരു ഇത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചൊരു പാസിംഗ് റൗണ്ട് വെച്ചത്. പലരും സത്യസന്ധമായിട്ട് കളിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാത്തവരെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ആരും ചെയ്യില്ല എന്ന് വിശ്വസിക്കാം. ഹലോ. നമ്മൾ സാധാരണ ക്യാമറ ഓൺ ചെയ്തിട്ടല്ലേ ചെയ്യാറ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ വേണ്ട, ക്യാമറ ഇവിടെ ഓണാക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് നിരീക്ഷിക്കാൻ നമുക്ക് ഒരാളെ വെക്കേണ്ടി വരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അലീക്ക് അപ്പൊ സ്കോർ എഴുതുന്ന ആള് റെഡിയാണോ? നീരജ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ആദ്യത്തെ ആളുടെ പേര് നോട്ട് ചെയ്തോ. ആദ്യത്തെ ആളുടെ പേര് അബി ജോണി. അബി ജോണി റെഡിയാണോ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, കേൾക്കാം. അപ്പൊ അബി ജോണിയോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ പറയുന്നത് അബിക്ക് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 2008. 2008 ശരി ഉത്തരാണ്. ഇപ്പൊ നീരജ ഒന്ന് നോട്ട് ചെയ്യണം. ഡയറക്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ്. രണ്ടാമത്തെ ആൾ അനീഷ്. അനീഷ് റെഡിയാണോ? അനീഷ്. അനീഷ് അനീഷ് ഉണ്ടോ? അനീഷ് ഇല്ലെന്ന് തോന്നുന്നു. അനീഷ് ലാസ്റ്റ് കോളിംഗ്. അനീഷ് ഉണ്ടോ? ഇല്ല. ജിജു. അടുത്ത ആള് ജിജു. ഉണ്ട്. ഓക്കെ, ഓക്കെ. ജിജുവിനോടുള്ള ചോദ്യമാണ്. IPL 2025 സീസണിൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ ആര്? IPL 2025 സീസണിലെ ഡൽഹിയുടെ ക്യാപ്റ്റൻ ആര്? അക്സർ പട്ടേൽ. അക്സർ പട്ടേൽ ശരിയാണ്. നീരജ, ജിജുവിന് ഡയറക്റ്റ് 10 പോയിന്റ് കേട്ടോ. ഓക്കെ, അടുത്ത ആള് യൂനസ്. യൂനസ് മലപ്പുറം. റെഡിയാണോ? ഓക്കെ, യെസ്. യൂനസിനോടുള്ള ചോദ്യം. ആദ്യ IPL കിരീടം നേടിയ ടീം ഏത്? ആദ്യ രാജസ്ഥാൻ IPL റോയൽസ്. കിരീടം നേടിയ ടീം ഏത്? ഏതാണ്? രാജസ്ഥാൻ റോയൽസ്. Yes, ശരിയാണ്. ഉത്തരം ശരിയാണ്. യൂനസിന് ഡയറക്റ്റ് 10 പോയിന്റ്. അടുത്ത ആള് ജോസി. ജോസി വന്നിട്ടുണ്ടോ? ഓക്കെ, ചോദ്യം 2024 IPL സീസണിൽ കിരീടം നേടിയ ടീം ഏത്? 2024 IPL സീസണിൽ കിരീടം നേടിയ ടീം ഏത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ്. യെസ്. ഇപ്പൊ ഉത്തരം പറഞ്ഞ ജോസി കേട്ടോ. നീരജ ജോസി എന്നാണ് പേര്. ജോസി ജോസ്. അടുത്ത വൈശാഖ്. വൈശാഖ് വന്നിട്ടുണ്ടോ? വൈശാഖ്. വൈശാഖിനോടുള്ള ചോദ്യം. IPL ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം ആര്? IPL ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം ആര്? 5 സെക്കൻഡ്. ക്രിസ് ഗെയിൽ. ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ആള് ഫായിസ് വന്നിട്ടുണ്ടോ? ഹലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ചോദ്യം ഇതാണ്. 2025 IPL സീസൺ ആകെ എത്ര ടീമുകളുണ്ട്? 2025 IPL സീസണിൽ ആകെ എത്ര ടീമുകളുണ്ട്? 10 ശരിയാണ്. ഫായിസിന്റെ ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ്. സിനാൻ കണ്ണൂർ വന്നിട്ടുണ്ടോ? സിനാനുണ്ട്. ഓക്കെ,
ചോദ്യമാണ്, ഗുജറാത്തിന് ആദ്യ IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ആരാണ്? ഗുജറാത്തിന് ആദ്യ IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ആരാണ്? ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ ശരിയാണ്. ഞാൻ ഡയറക്റ്റ് 10 പോയിന്റ്. ഷാഹുൽ ഹസ്ബുള്ള ഒന്നിടും. ഷാഹുൽ. ഓക്കെ, ഷാഹുലിനോടുള്ള ചോദ്യമാണ്, നിലവിലെ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? നിലവിലെ ഗുജറാത്ത് ടൈറ്റൻസ്. ശുഭ്മാൻ ഗിൽ ശരിയാണ്. അജ്മൽ റസാഖ് ഒന്നിടുണ്ടോ? അജ്മൽ. പോയിന്റ് കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അജ്മൽ റസാഖ് വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ചോദ്യമാണ്, എത്ര വിദേശ താരങ്ങളെയാണ് IPL ഒരു മത്സരത്തിൽ പ്ലേയിങ് 11 ഉൾപ്പെടുത്താൻ കഴിയുന്നത്? ഒന്നുകൂടെ ചോദ്യം പറയാം. എത്ര വിദേശ താരങ്ങളെയാണ് IPL ഒരു മത്സരത്തിൽ ഒരു ടീമിൽ പ്ലേയിങ് 11 ഉൾപ്പെടുത്താൻ കഴിയുന്നത്? 4 ശരിയാണ്. ഇതിനകത്ത് വരാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അനീഷ് ഉണ്ടോ? അനീഷ് പാലക്കാട് ഉണ്ടോ? ഇല്ല. അപ്പൊ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അനീഷ് പാലക്കാടിന് ഒഴിവാക്കാം. ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ആണ്. സെക്കൻഡ് റൗണ്ടും പാസിംഗ് ചോദ്യങ്ങൾ തന്നെയാണ്. ഈ സെക്കൻഡ് റൗണ്ടിന് ശേഷം തേർഡ്, ഫോർത്ത് റൗണ്ടുകളാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി നമ്മൾ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. അജ്മലിനോടാണ് ആദ്യ ചോദ്യം. റെഡിയാണോ? ഓക്കെ. ചോദ്യമാണ്, IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആര്? IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആര്? വിരാട് കോഹ്ലി ശരിയാണ്. പറഞ്ഞോ. ഇതിലും 10 പോയിന്റ് തന്നെ. അതെ 10 പോയിന്റ് തന്നെ. ഫിനാൻ കേട്ടോ. ഷാഹുൽ ഹസ്ബുള്ളാണ്. ഷാഹുൽ ആട്ടോ അടുത്ത ആള്. ചോദ്യമാണ്, IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വിദേശ താരമാര്? IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വിദേശ താരം ക്രിസ് ഗെയിൽ അല്ല. ഉത്തരം തെറ്റാണ്. അപ്പൊ അടുത്ത ആളിലേക്ക് പോവാണ്. ഞാൻ പറയാം ആരാന്ന്. സിനാൻ പെട്ടെന്ന് പറയണം കേട്ടാ. കേട്ടില്ല. എനിക്ക് ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ പറയാം. അവൻ റെഡിയാണ്. ആ ചോദ്യത്തിന് ഉത്തരം, ഈ പാസിംഗ് ചോദ്യത്തിന് വീണ്ടും ചോദ്യം ചോദിക്കല്ലേ, ശ്രദ്ധിക്കണേ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇനി ആർക്കും പാസിംഗ് ചോദ്യത്തില് ചോദ്യം പറയുന്നതല്ല, ശ്രദ്ധിച്ചു കേൾക്കണം. IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വിദേശ താരം ആര്? ജോസ് ബട്ട്ലർ ശരിയാണ്. 5 പോയിന്റ് ഉണ്ടോ? നീരജ 5 പോയിന്റ് ആണ്. സിനാൻ. ഓക്കെ. ഇനി അടുത്തത് സിനാനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് സുജിത്ത്, എന്താ പറയാ, എക്കോ അടിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നതിനാണ് എക്കോ അടിക്കുന്നത്? അല്ല, സുജിത്ത് പറഞ്ഞല്ല, ഞങ്ങള് പറയുമ്പോഴാണ് കൂടുതൽ വരുന്നത്. അതാണ് സുജിത്തിന് ക്ലിയർ ആവാത്തത്. ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ. ഇപ്പൊ ക്ലിയർ ആണോ? ഞാൻ അല്ല, എല്ലാരും ഈ ക്വസ്റ്റ്യൻ പറയുമ്പോ മാത്രമേ എക്കോ ഇല്ലാത്തുള്ളൂ. എപ്പോഴും എക്കോ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിനാനല്ലേ ഉത്തരം പറഞ്ഞത്? ിലേക്ക് പോകാൻ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പം. ഓക്കെ, ഫായിസ് റെഡിയാണോ? അല്ല, അത്
ഞാൻ ചോദിക്കുന്നത് എന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് വിട്ടുപോയി. സിനാനോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നോ? ഒരു ദിവസത്തിനെ ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ ഓക്കെ. ഇപ്പൊ സിനാനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാര്? IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആര്? യുശ്വേന്ദ്ര ചഹൽ. യെസ്, ഇത്ര ശരിയാണേ. അങ്ങനെ 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ നോട്ട് ചെയ്തോ? ഓക്കെ. അടുത്ത ആള് ഫായിസ്. ചോദ്യം ഇതാണ്: IPL ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ കരസ്ഥമാക്കിയ താരമാര്? IPL ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ കരസ്ഥമാക്കിയ താരം ആര്? വിരാട് കോഹ്ലി. ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചത്. വൈശാഖ് തിരുവനന്തപുരം റെഡിയാണോ? ഓക്കെ, റെഡിയാണ്. വൈശാഖ്. റെഡിയാണ്. ഓക്കെ. ചോദ്യമാണ്: 2025 സീസൺ, അതായത് ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സീസണില് നിലവിൽ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ള ടീം ഏത്? ഗുജറാത്ത് ടൈറ്റൻസ് ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ്. അടുത്തയാള് ജോസ്. ചോദ്യമാണ്: നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് ആരുടെ കൈവശമാണുള്ളത്? യെസ്, കറക്റ്റ് ആണ്. ഇത്ര ശരിയാണ്. അടുത്തയാള് യൂനസ് റെഡിയാണോ? ഓക്കെ. 2025 IPL സീസണിൽ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സീസണിൽ പർപ്പിൾ ക്യാപ്പ് ആരുടെ കൈവശമാണ്? നൂർ അഹമ്മദ് ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാള് ജിജു. ഓക്കെ. ചോദ്യമാണ്: 2025 IPL സീസണിലെ ഉദ്ഘാടന മത്സരങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ചോദ്യം ക്ലിയർ ആയോ? ചെന്നൈയും മുംബൈ അല്ല. അടുത്ത ആളിലേക്ക് പാസിംഗ് ആണേ. അടുത്തത് ജിജു കഴിഞ്ഞാൽ അനീഷ് നമ്മൾ ഒഴിവാക്കില്ല. അബി ജോണി. ആൻസർ അറിയോ? ക്ലിയർ ആയില്ല. കൊൽക്കത്ത ആൻഡ് ബാംഗ്ലൂർ. കൊൽക്കത്തയും ബാംഗ്ലൂരും ഉത്തരം ശരിയാണ്. അപ്പം അബിക്ക് 5 പോയിന്റ് പാസിംഗിലൂടെ ലഭിച്ചിട്ടുണ്ട്. നീരജ് നോട്ട് ചെയ്യണേ. കൊൽക്കത്തയും ബാംഗ്ലൂരാണ് ഉത്തരം. ഇനി അടുത്തത് അബിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. 2024 IPL സീസണിൽ ലീഗ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തിയ ടീമുകൾ ഏതൊക്കെയാണ്? അതായത് പ്ലേ ഓഫിൽ കടന്ന ടീം. 2024 IPL സീസണിൽ KKR, SRH, RCB and RR. യെസ്, കറക്റ്റ് ആണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചു. അപ്പൊ നമ്മുടെ 2 റൗണ്ടുകൾ അവസാനിച്ചു. 2 റൗണ്ടുകൾ അവസാനിച്ചതിന് ശേഷമുള്ള പോയിന്റ് നീരജിക്ക് പറയാൻ കഴിയുമോ? ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഓക്കെ. അപ്പൊ അടുത്ത ഡയറക്റ്റ് റൗണ്ടാണ്. ഡയറക്റ്റ് റൗണ്ട് അബിയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. 3-ാമത്തെ റൗണ്ട്. 4-ാമത്തെ റൗണ്ട് നേരെ നമ്മൾ തിരിച്ച് സെക്കൻഡ് റൗണ്ടിൽ ചെയ്തുപോലെ. ഡയറക്റ്റ് റൗണ്ടില് പാസിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഡയറക്റ്റ് ഉത്തരം പറയുക, 10 പോയിന്റ് ലഭിക്കും. അറിയത്തില്ലെങ്കിൽ ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളിലേക്ക് ചോദ്യം പോകും.
നമുക്ക് സെക്കൻഡ് റൗണ്ടിന് ശേഷമുള്ള പോയിന്റ് കേട്ടതിന് ശേഷം തേർഡ് ഫോർത്ത് റൗണ്ടിലേക്ക് പോകും. കാര്യം എന്തെങ്കിലും പോയിന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. നീരജ് ശരിയായോ? പറയാത്തത്? ഹലോ സാറേ 2 റൗണ്ടിന് ശേഷം പോയിന്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. സൈറ്റഡ് ആരെങ്കിലും ഉണ്ടോ നോട്ട് ചെയ്യാൻ? അത് അവളെ നോട്ട് ചെയ്യാണോ? കണക്ഷൻ പോയോന്നാവോ? നീരജ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണക്ഷൻ പോയിന്നാ തോന്നുന്നു, ഇവിടെ കാണുന്നില്ല. ഹലോ ഹലോ, പറഞ്ഞോ. നീരജ് പറഞ്ഞു കേൾക്കാം. ഒരു മിനിറ്റ്. ഓക്കെ ഇപ്പൊ പറഞ്ഞേരേ. ഹലോ, പറഞ്ഞു ഓഡിബിൾ അല്ലേ? പറഞ്ഞു. ഫസ്റ്റ് അബി ജോണിക്ക് 25 പോയിന്റ് ആണ്. ജിജു 10 പോയിന്റ്, യൂനസ് 20 പോയിന്റ്, ജോസി 20 പോയിന്റ്, വൈശാഖ് 20 പോയിന്റ്, ഫായിസ് 20 പോയിന്റ്, സിനാൻ 25 പോയിന്റ്, ഷാഹുൽ 10 പോയിന്റ്, അജ്മൽ 20 പോയിന്റ്. എല്ലാരും പോയിന്റ് ഇടാനും. എല്ലാവരുടെയും പോയിന്റ് കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. താങ്ക് യു നീരജ്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോകണം. ഫസ്റ്റ് അഭിജോടെയാണ്. റെഡിയാണോ? കേൾക്കാം. ഓക്കെ, അഭിയോട് ചോദിക്കട്ടെ, റെഡി അല്ലേ? ഹലോ, ബിജോണി കേൾക്കാൻ പറ്റും? അതെ റെഡിയാ. IPL ഒരു മത്സരത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ക്രിസ് ഗെയിലാണ്. എത്ര റൺസാണ് ആ മത്സരത്തിൽ അദ്ദേഹം നേടിയത്? 175. 175 ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ്. ഓക്കെ, അടുത്ത ആള് ജിജു. റെഡിയാണോ? IPL ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറി നേടിയ വിദേശ താരമാര്?
IPL ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറി നേടിയ വിദേശ താരമാര്? ജോസ് ബട്ട്ലർ. അല്ല. ഉത്തര ഓഡിയൻസിലേക്ക് പോവാം നമുക്ക്. ആർക്കെങ്കിലും അറിയോ? ഡേവിഡ് വാർണറാണോ? ഡേവിഡ് വാർണർ കറക്റ്റാണ്. ഡേവിഡ് വാർണർ. ഈ ഓഡിയൻസിനോട് ചോദിക്കുമ്പോൾ മത്സരത്തിൽ പറയണ്ടേ? സോറി. ഓക്കെ, അടുത്തയാള് യൂനസ്. റെഡിയാണോ? ഓക്കെ. ചോദ്യമാണ്, IPL ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയ താരം? എങ്ങനെ? IPL ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയ താരം? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ. ഡേവിഡ് വാർണർ അല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും അറിയോ? ഗാംഗുലിയാണോ? അല്ല. സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ കറക്റ്റ്. ഇതിന്റെ ഉത്തരം സഞ്ജു സാംസൺ ആണ്. IPL ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയത് സഞ്ജു സാംസൺ. ഓക്കെ, അടുത്തയാള് ജോസി. ഓക്കെ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണില് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്കോർ നേടിയ താരം അഭിഷേക് ശർമ്മയാണ്. എത്ര റൺസാണ് നേടിയത്? 141 കറക്റ്റ് ആണ്. വൈശാഖ് റെഡിയാണോ? വൈശാഖ്. വൈശാഖിനോടുള്ള ചോദ്യം ഇതാണ്. IPL ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് കരസ്ഥമാക്കിയ താരമാര്? IPL ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് കരസ്ഥമാക്കിയ താരം? രോഹിത് ശർമ്മ. അല്ല. ഓഡിയൻസിലേക്ക് പോകാം. ആർക്കെങ്കിലും അറിയോ? ഡേവിഡ് വാർണർ. അല്ല. വിരാട് കോഹ്ലിയാണോ? അല്ല. ജോസ് ബട്ട്ലർ. അല്ല. ഉത്തരം പറയാവേ. ഡിവില്ലിയേഴ്സ് ആണ്. ഡിവില്ലിയേഴ്സ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഫായിസിനോടുള്ള ചോദ്യം. ഫായിസ് റെഡിയാണോ? ചോദ്യമാണ്, IPL ഒരു മത്സരത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. എത്രയാണ് ആ കുറഞ്ഞ സ്കോർ? 49. ഏതാണ് ആൻസർ? 49. ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം സിനാൻ. റെഡിയാണോ? റെഡി സാർ. ചോദ്യമാണ്, IPL ചരിത്രത്തിലെ ആദ്യ ഹാട്രിക് നേടിയ താരം? രോഹിത് ശർമ്മ. അല്ല. ഓഡിയൻസിന് പറയാൻ. IPL ചരിത്രത്തിലെ ആദ്യത്തെ ഹാട്രിക്? ബാലാജിയാണ് ഉത്തരം. ലക്ഷ്മിപതി ബാലാജി. ഓക്കെ, അടുത്തത് ആരാണ്? ഷാഹുൽ. ചോദ്യമാണ്, 2016 IPL സീസണിലാണ് ഏറ്റവും കൂടുതൽ റൺസ് ഒരു സീസണിൽ എടുക്കുന്ന താരമായിട്ട് വിരാട് കോഹ്ലി മാറിയത്. ഇതുവരെയും ആ റെക്കോർഡ് ആരും മറികടന്നിട്ടില്ല. 2016 സീസണിൽ വിരാട് കോഹ്ലി നേടിയ ആകെ റൺസ് 973. ശരിയാണ്.
ഓക്കെ, അടുത്തത് അജ്മൽ. റെഡിയാണോ? ഓക്കെ, അജ്മലിനോടുള്ള ചോദ്യം. IPL-ൽ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയ താരം ആര്? IPL-ൽ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയത് അമിത് മിശ്ര. ശരിയാണ്. ഓക്കെ, അപ്പൊ 3 റൗണ്ട് അവസാനിച്ചു. ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഈ ചോദ്യം അജ്മലിനോടാണ്. അജ്മൽ റെഡിയാണോ? ചോദ്യമാണ്, IPL-ലെ ആദ്യ വിക്കറ്റ് കരസ്ഥമാക്കിയ താരം ആര്? IPL-ലെ ആദ്യ വിക്കറ്റ് കരസ്ഥമാക്കിയ താരം? ബുംറ. അല്ലല്ല, ഓഡിയൻസിന് പറയാൻ കേട്ടോ. സഹീർ ഖാനാ? സഹീർ ഖാൻ ഉത്തരം ശരിയാ. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ്? എന്നോട്. ഷാഹുൽ റെഡിയാണോ? യെസ്. IPL-ലെ ആദ്യ ഓറഞ്ച് ക്യാപ്പ് ജേതാവ് ആര്? IPL-ലെ ആദ്യ ഓറഞ്ച് ക്യാപ്പ് ജേതാവ് ആര്? ഷോൺ മാർഷ് ശരിയാണ്. ഡയറക്റ്റ് മാർക്ക് എടുക്കുന്നുണ്ട്. നീരജ് നോട്ട് ചെയ്യണം. അടുത്ത ആള് സിനാൻ. റെഡിയാണോ? റെഡിയാണ്. IPL-ലെ ആദ്യ പർപ്പിൾ ക്യാപ്പ് ജേതാവ് ആര്? IPL-ലെ ആദ്യ പർപ്പിൾ ക്യാപ്പ് ജേതാവ് ആര്? അല്ല. ഓഡിയൻസിന് അറിയോ ആർക്കെങ്കിലും? സൊഹൈൽ തൻവീർ. ഓക്കെ, അടുത്ത ആള് ഫായിസ്. ചോദ്യമാണ്, IPL-ലെ ആദ്യ ബോൾ നേരിട്ട താരം? IPL-ലെ ആദ്യ ബോൾ നേരിട്ട താരം? ഷോൺ മാർഷാണോ? അല്ലല്ല, ഉത്തരം തെറ്റാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? ഗാംഗുലിയാണ് ഉത്തരം. ഓക്കെ, അടുത്ത ആള് വൈശാഖ് റെഡിയാണോ? ചോദ്യമാണ്, IPL-ൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ, അതായത് കുറഞ്ഞ പന്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാര്? IPL-ൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ, അതായത് കുറഞ്ഞ പന്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാര്? ടൈം ഔട്ടായേ. ഓഡിയൻസിൽ ആരെങ്കിലും അറിയോ? യൂസഫ് പത്താനാണ് ഉത്തരം. ഓക്കെ, അടുത്ത ആളുടെ ജോസി റെഡിയാണോ? ചോദ്യമാണ്, IPL-ൽ ആദ്യമായിട്ട് മെയ്ഡൻ ഓവർ എറിഞ്ഞ താരമാര്? IPL-ലെ ആദ്യം മെയ്ഡൻ ഓവർ എറിഞ്ഞ താരമാര്? അറിയില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും അറിയോ? അറിയോ? ഉത്തരം പ്രവീൺ കുമാറാണോ? ചോദ്യം കേക്കത്തില്ലേ? ഞാൻ പറഞ്ഞ ഉത്തരം കേട്ടില്ലേ? ഇല്ലല്ല, കേട്ടില്ല. പ്രവീൺ കുമാറാണോ? പ്രവീൺ കുമാർ എന്നാണ് പറഞ്ഞത്. പ്രവീൺ കുമാർ. നീരജ ഓഡിയൻസാ പറഞ്ഞു കേട്ടോ. നീരജ നോട്ട് ചെയ്യണേ. ഓഡിയൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത യൂനസ് റെഡിയാണോ? ചോദ്യമാണ്, IPL-ൽ ഏറ്റവും കൂടുതൽ 4 നേടിയ താരമാര്? IPL-ൽ ഏറ്റവും കൂടുതൽ 4 നേടിയ താരം?
വിരാട് കോഹ്ലി. അല്ല. ഗൗതം ഗംഭീർ. ശിഖർ ധവാൻ. ശിഖർ ധവാൻ. ശിഖർ ധവാൻ ശരിയാണ്. ശിഖർ ധവാൻ ശരിയാണ്. അടുത്ത ചോദ്യം ജിജു, റെഡിയാണോ? ഓക്കെ. ചോദ്യം ഇതാണ്, IPL ഏറ്റവും കൂടുതൽ 0 റൺസിന്, അതായത് ഡക്കിൽ പുറത്തായ താരമാര്. IPL ഏറ്റവും കൂടുതൽ 0 റൺസിന് പുറത്തായ താരമാര്. സഞ്ജു സാംസൺ. അല്ല. രോഹിത് ശർമ്മ. മാക്സ്വെൽ. അല്ല. ഹർഭജൻ സിംഗ്. മാക്സ്വെൽ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം അബി ജോണി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ചോദ്യം ഇതാണ്, കേരളത്തിൽ നിന്നുള്ള ആദ്യ IPL താരമായി കളിച്ചതാര്? ശ്രീശാന്ത്. ശ്രീശാന്ത് ഉത്തരം ശരിയാണ്. അങ്ങനെ നമ്മുടെ 4 റൗണ്ട് അവസാനിച്ചു. ഇനി നമുക്ക് പോയിന്റ് പരിശോധിക്കാം. നീരജ കേൾക്കുന്നുണ്ടോ? പോയിന്റ് പറയട്ടെ. അപ്പൊ പോയിന്റ് പറയാണ്. ഫസ്റ്റ് അബി ജോണി 45 പോയിന്റ്, ജിജു 10 പോയിന്റ്, യൂനസ് 20 പോയിന്റ്, ജോസി 30 പോയിന്റ്, വൈശാഖ് 20 പോയിന്റ്, ഫായിസ് 30 പോയിന്റ്, സിനാൻ 25 പോയിന്റ്, ഷാഹുൽ 30 പോയിന്റ്, അജ്മൽ 30 പോയിന്റ്. അലീക്ക, ഈ പോയിന്റ് ഒന്ന് സോർട്ട് ചെയ്യാവോ? ആദ്യം നമുക്ക് മൂന്ന് പേരെയാണ് വേണ്ടത്. ഫസ്റ്റ് എന്തായാലും അബി ജോണി അല്ലേ? അബി ജോണി 45. അത് കഴിഞ്ഞ് പിന്നെ എത്ര? 30 35 ആരും ഇല്ലല്ലോ. ഇല്ല, 4 30 ആരൊക്കെയാ? അജ്മല്, ഷാഹുൽ, ഫായിസ്, ജോസി. ഓക്കെ, അലീക്ക, ഈ ഇത്രയും 4 പേർക്ക് ടൈ വെക്കുന്നതിലും നല്ലത് ഈ 4 പേരെ അങ്ങ് സെലക്ട് ചെയ്യണല്ലേ? സെലക്ട് ചെയ്തേക്കാം. ആ, ഓക്കെ. നാലുപേരുടെയും പേര് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. കൂടുതൽ കാര്യങ്ങൾ അലീക്ക പറയും. അപ്പൊ നമ്മുടെ ആദ്യ എലിമിനേഷൻ റൗണ്ട് അവസാനിച്ചു. 4 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 4 പേരുടെയും പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ എലിമിനേഷൻ റൗണ്ട് നാളെ കൃത്യം 7:30 നമ്മൾ ആരംഭിക്കും. അപ്പൊ നാളെ 7:25 കൂടി എല്ലാവരും നമ്മുടെ നാളെ നിങ്ങൾക്ക് തരുന്ന ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. അവസാനിപ്പിക്കല്ലേ സാറേ? ഒരു ചെറിയ സംശയം. എന്തുപറ്റി? 4 ആളില്ലേ 30 ഉള്ള? അതെ. ഒരാൾക്ക് 45. അപ്പൊ 5 പേര് സെലക്ട് ചെയ്യണ്ടേ? ഇല്ല, 3 അല്ലേ 30 പേരുള്ളൂ. നീരജ്, നീരജ് ലൈനിലുണ്ടോ? 4 ആളുണ്ടല്ലോ. 4 പേരുണ്ടല്ലോ. 4 പേരുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല സുഹിത്തേ? സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല. കുഴപ്പമില്ല, നമുക്ക് ഞാൻ 3 പിന്മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ശരി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. അവസാനിപ്പിക്കാം. ശരി.
നൗഷാദേ നൗഷാ ഇത്ര നേരത്തെ എത്തൂല എന്താ 8:25 പട്ടാമ്പി എത്തിയുള്ളൂ. നൗഷാദേ പട്ടാമ്പി എത്തിയിട്ടില്ല, കാരക്കാട് എത്തിയിട്ടുള്ളൂ. നീ പട്ടാമ്പി കൊച്ചിപ്പുറൊക്കെ ഉണ്ട്. ആ